ഓൾഡ് ഈസ് ഗോൾഡ്, ഓർമ്മപ്പാട്ടുകൾ എന്ന ഈ സംഗീത നിശയുടെ യവനിക ഇവിടെ ഉയരുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു പരസ്യവാചകമുണ്ട്: കാലം മാറി, കഥ മാറി, കാലാവസ്ഥയും മാറി. ഒരു പെയിന്റ് കമ്പനിയുടെ പരസ്യമാണത്. മനുഷ്യജീവിതത്തിന്റെ വിവിധ തലങ്ങൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യജീവിതത്തിന്റെ കാലവും കഥയും കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളും കലാകായിക രംഗങ്ങളിലും മനുഷ്യനിടപെടുന്ന വിവിധ ജീവിത രംഗങ്ങളിലെയും കാലവും കഥയും കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. സംഗീതത്തിന്റെയും കാലവും കഥയും കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. കാലത്തിന്റെ കുത്തൊഴുകിൽപ്പെട്ട് തുരുമ്പ് പിടിച്ച, പൂപ്പലും പായലും പിടിച്ച, ക്ലാവ് പിടിച്ച ഒരുപാട് ഗാനങ്ങൾ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിട്ടുണ്ട്. എന്നാൽ കാലം മാറിയാലും കഥ മാറിയാലും കാലാവസ്ഥ മാറിയാലും ഒരിക്കലും തുരുമ്പ് പിടിക്കാത്തതും പായലും പൂപ്പലും പിടിക്കാത്തതുമായ മനുഷ്യ ഹൃദയങ്ങളിൽ എന്നും പതിഞ്ഞിരിക്കുന്ന, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നാം പകർന്നുകൊണ്ടിരിക്കുന്ന മരണമില്ലാത്ത നിത്യഹരിത സുന്ദരമായ ഒരു പിടി ഗാനങ്ങൾ ക്രൈസ്തവ കേരളത്തിനുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ രാത്രിയിൽ ഇവിടെ ആലപിക്കപ്പെടുന്ന 11 ഗാനങ്ങൾ നമുക്ക് മുന്നേ ജീവിച്ചവരും ദൈവനാമഹത്വത്തിനായിട്ട് ദൈവകരങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തവരുമായ ഭക്തരായ ദേവദാസന്മാർ എഴുതിയ ഗാനങ്ങളാണ്. അതിന്റെ ഓരോ വരികളും നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗാനങ്ങളാണ്. ഒരു ഗാനവും ഇവിടെ പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നില്ല. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സുന്ദര ഗാനങ്ങൾ ഈ രാത്രിയിൽ നാം പരിചയപ്പെടുത്തുകയാണ്. ആദ്യ ഗാനത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അനുഗ്രഹീത കർത്തൃദാസൻ TJ വർക്കി ഏകദേശം 1 നൂറ്റാണ്ടിന് മുമ്പ് എഴുതിയ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യത്യസ്തമായ ബിംബങ്ങളാൽ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ ആരാധനാ ഗാനമുണ്ട്. ആ കവിയായ TJ വർക്കി കർത്താവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവെ, നീ എൻ്റെ ജീവനാണ്, അതിനാൽ ഞാൻ നിന്നെ നമിക്കുന്നു. നീ എൻ്റെ ജീവൻ മാത്രമല്ല, പാപികൾക്കെന്നും അളവറ്റ സന്തോഷം നൽകുന്ന പാപികൾക്ക് അമിതാനന്ദപ്രദനാണ്. മാത്രമല്ല, നീ പാപനാശ കാരണനാണ്, സർവലോക നായകനാണ്, ജീവജാല പാലകനാണ്. പോരാ, ഇതിനേക്കാൾ ആഴം നിനക്കുണ്ട്. നീ പാരിതിൽ നരനായുധിച്ച പരാപര പൊരുളാണ്. അദൃശ്യനായ ദൈവത്തെ, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആത്മാവായ ദൈവത്തെ, ദൈവരൂപത്തിലിരുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തെ മനുഷ്യ വേഷത്തിൽ അവതരിച്ച പാരിതിൽ നരനായി ഉദിച്ച പരാപര പൊരുളാണ്. ജീവനറ്റവരായ മനുഷ്യവർഗത്തിൽ കനിഞ്ഞ നിരാമയനായ ദൈവമാണ്. അങ്ങ് നിരാമയ വരദനാണ്. അതുപോലെ പാപത്തിന്റെ അന്ധകാരത്തിൽ വഴിതേടി അലഞ്ഞ മാനവവർഗത്തിന്റെ മേൽ ഉദിച്ച, പാപത്തിന്റെ കൂരിലിൽ കിടന്ന മനുഷ്യന് രക്ഷയുടെ സൂര്യനായി പ്രകാശത്തിലേക്ക് നയിച്ച ദിവ്യ ഭാസ്കരനാണ്. അല്ലെങ്കിൽ അങ്ങ് സൂര്യനാണ്, പ്രകാശം പരത്തുന്നവനാണ്. അങ്ങ് വാനവർ വാഴ്ത്തപ്പെടുന്ന ദൈവമാണ്. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ പരിശുദ്ധനായ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ജീവനാമൻ യേശുവേ നമോ നമോ എന്ന ഗാനം നമുക്കായി ഇവിടെ ആലപിക്കുന്നത് അനുഗ്രഹീത ഗായകൻ കർത്തൃദാസൻ ബിനു ജോസ് ഒറ്റപ്പാലം. നമുക്ക് ഈ ഗാനത്തിനായി കാതോർക്കാം. ജീവനാമന്നേശുവേ നമോ നമോ, ജീവനാമന്നേശുവേ നമോ നമോ. പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര. നീ വാ വാ വാനോ വാഴ്ത്തുനായക, നീ വാ വാ വാനോ വാഴ്ത്തുനായക. പാപനാശകാരണ നമോ
പാപനാശകാരണ നമോ നമോ. പാരിതിൽ നരനായുദിച്ച പരാപരപ്പൊരുളേ, പാരിതിൽ നരനായുദിച്ച പരാപരപ്പൊരുളേ, നീ വാ വാ വാനോ വാഴ്ത്തും നായക, നീ വാ വാ വാനോ വാഴ്ത്തും നായക. ജീവനാമൻ യേശുവേ നമോ നമോ, ജീവനാമൻ യേശുവേ നമോ നമോ. പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, നീ വാ വാ വാനോ വാഴ്ത്തും നായക, നീ വാ വാ വാനോ വാഴ്ത്തും നായക. സർവലോകനായക നമോ നമോ, സർവലോകനായക നമോ നമോ. ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമയ വരദ, ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമയ വരദ, നീ വാ വാ വാനോ വാഴ്ത്തും നായക, നീ വാ വാ വാനോ വാഴ്ത്തും നായക. ജീവനാമൻ യേശുവേ നമോ നമോ, ജീവനാമൻ യേശുവേ നമോ നമോ. പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, നീ വാ വാ വാനോ വാഴ്ത്തും നായക, നീ വാ വാ വാനോ വാഴ്ത്തും നായക. ജീവജാലപാലക നമോ നമോ, ജീവജാലപാലക നമോ നമോ. ദിവ്യകാന്തിയിൽ ശോഭിച്ചന്തത മാറ്റും ഭാസ്കര, ദിവ്യകാന്തിയിൽ ശോഭിച്ചന്തത മാറ്റും ഭാസ്കര, നീ വാ വാ വാനോ വാഴ്ത്തും നായക, നീ വാ വാ വാനോ വാഴ്ത്തും നായക. ജീവനാമൻ യേശുവേ നമോ നമോ, ജീവനാമൻ യേശുവേ നമോ നമോ. പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര, നീ വാ വാ വാനോ വാഴ്ത്തും നായക, നീ വാ വാ വാനോ വാഴ്ത്തും നായക. താങ്ക് യു ബ്രദർ. പാട്ടുപുസ്തകത്തിലെ 506 ഗാനമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. 1980 ഒരു രാത്രിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. സ്ഥലം തിരുവല്ല മെഡിക്കൽ മിഷനിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ ഒരു 1.5 വയസ്സുകാരൻ ഗ്യാസ്ട്രോ എൻഡൈറ്റിസ് എന്ന മാരക രോഗത്തെ തുടർന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിലൂടെ ആടി ഉലയുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ ജീവൻ തിരികെ ലഭിക്കാൻ വേണ്ടി ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണത്. രാത്രി ആ പിതാവും മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു കവിത, ഒരു ഗാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുളപൊട്ടി. അദ്ദേഹം അതിനുവേണ്ടി ഒന്ന് പകർത്തി എഴുതുവാൻ ഒരു പേപ്പർ അന്വേഷിച്ചു. പക്ഷേ മുറിയിലൊന്നും പേപ്പർ കണ്ടില്ല. ഒടുവിൽ മുറിയിൽ എവിടെയോ ഒരു ചെറിയ കഷ്ണം പേപ്പർ കിട്ടി. ആ പേപ്പറിലേക്ക് അക്ഷരങ്ങൾ എഴുതുന്നതിന് മുമ്പ് കണ്ണുനീർ തുള്ളികൊണ്ട് ആ പേപ്പർ നനഞ്ഞിരുന്നു. ആ പിതാവ് ദൈവത്തെ നോക്കി മകന്റെ ജീവന് വേണ്ടി അഭയാചന കഴിക്കുമ്പോൾ, ഹൃദയം ഒരു ദുഃഖസാഗരമായി ഇരമ്പിയാർക്കുമ്പോൾ, ദൈവം കൊടുത്ത ഒരു ഗാനത്തിന്റെ വരി ഇങ്ങനെ എഴുതി: മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ആ രാത്രിയുടെ യാമങ്ങളിൽ ഏതിലോ ഒന്നിൽ
അദ്ദേഹം ഉറങ്ങാനിടയായി. രാവിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, മകന് വലിയ മാറ്റമുണ്ട്, മകൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് ആ പിതാവിനോട് പറഞ്ഞു. ചില ദിവസങ്ങൾക്ക് ശേഷം മകനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് പോകാനായിട്ടിടയായി തീർന്നു. അതിനുശേഷം ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ടും ദൈവനാമ മഹത്വത്തിനായിട്ട് ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ജീവിക്കും, അവന്റെ ചുവടുകൾ മാത്രം ഞാൻ ജീവിതത്തിൽ പിന്തുടരും, തിരുസന്നിധിയിൽ ഒരു കൈത്തിരി പോലെ എൻ്റെ ജീവിതത്തിന്റെ കാലമൊക്കെയും ഒരു കൈത്തിരി പോലെ ദൈവസന്നിധിയിൽ ഞാൻ കത്തിയെരിയും എന്ന് അദ്ദേഹം എഴുതുവാനിടയായി. ഈ പാട്ട് എഴുതിയിട്ട് 40 വർഷമായി. 40 വർഷത്തിനുള്ളിൽ 40 ലക്ഷത്തോളം ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയത് ഈ ഗാനം കേട്ടിട്ടുണ്ടാകും. അത്രത്തോളം സഭാവ്യത്യാസം കൂടാതെ മലയാളി ക്രൈസ്തവർ നെഞ്ചിലേറ്റുവാങ്ങിയ ആർത്തുപാടുന്ന, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളിൽ പാടുന്ന ഒരു മനോഹരമായ ഗാനമാണ്. ആളെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കർത്താവിന്റെ വേലയിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ചാൾസ് ജോൺ റാംനിയായിരുന്നു അന്ന് ആ മകന് വേണ്ടി രാത്രിയിൽ നിലവിളിച്ച ഈ വരികൾ എഴുതിയ അനുഗ്രഹീതനായ ഗാനരചയിതാവ്. ഒരുപാട് ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് ലളിത സുന്ദരമായ പദങ്ങളിലൂടെ മനോഹരങ്ങളായ ആശയങ്ങളെ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നാമധേയ കത്തോലിക്കർ ക്രൈസ്തവർ പോലും ഏറ്റുപാടുന്നതാണ്. പല കത്തോലിക്ക സഭാംഗങ്ങളും വിശ്വസിക്കുന്നത് സ്വർഗനാട്ടിൽ എൻ പ്രിയൻ, അതുപോലെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച ഈ ഗാനങ്ങൾ അവരുടെ അച്ഛന്മാർ എഴുതിയതാണ് എന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ 40 വർഷം കൊണ്ട് 40 ലക്ഷത്തിലധികം പേർ, ബഹുഭൂരിപക്ഷവും ക്രൈസ്തവർ ഈ പാട്ട് ഏറ്റുപാടുന്നു. അന്ന് ജീവന് വേണ്ടി പിടഞ്ഞ ആ 1.5 വയസ്സുകാരൻ ഇന്ന് 42 വയസ്സുള്ള ഒരു യുവാവായി, അനുഗ്രഹീത ഗായകനായി, സംഗീത സംവിധായകനായി ദൈവജനത്തിനിടയിൽ പ്രയോജനപ്പെടുന്നു പ്രിയമകൻ ജോൺ ലീ ചാൾസ്. ഈ പ്രിയ പിതാവിനെയും മകനെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവരൊരുപക്ഷെ ഈ പ്രോഗ്രാം സംബന്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ദാസന്മാരായ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ ദൈവജനത്തിന് പാടി ആസ്വദിക്കുവാൻ, ആശ്വസിക്കുവാൻ ഇന്നും കാരണഭൂതമായി തീരുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസൻ എഴുതിയതുപോലെ തന്നെ ഒരു കൈത്തിരി പോലെ കത്തിയെരിഞ്ഞ് തിരുമാറിൽ മറയണമെന്നുള്ള ആ വലിയ മനോഹരമായ ആശയത്തെ ഞങ്ങൾക്ക് പാടുവാൻ തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഈ ഗാനം നമുക്കായി ഇവിടെ ആലപിക്കുന്നത്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് എന്ന ഗാനം നമുക്കായി ആലപിക്കുന്നത് അനുഗ്രഹീത ഗായകൻ രാജു ജോർജ്, എറണാകുളം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയിതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയിതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എന്റെ ആയുസ്സിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. മൂന്നാമത്തെ ഗാനം പാഠപുസ്തകത്തിലെ 891 ഗാനമാണ്. മലയാള ക്രൈസ്തവ കീർത്തന സാഹിത്യത്തിൽ പകരം വെക്കാനാവാത്ത നാമധേയമാണ് മഹാകവി KV സൈമൺ സാർ എന്ന വ്യക്തിയുടെ. മലയാള ക്രൈസ്തവ കീർത്തന സാഹിത്യ രംഗം KV സൈമൺ മുമ്പും പിമ്പും എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തെ പോലെ പ്രതിഭാധനനായ ഒരു ക്രൈസ്തവ കവിയും ഗാനരചയിതാവും മുമ്പും ഉണ്ടായിട്ടില്ല. അദ്ദേഹം 1944 കർത്തൃസന്നിധിയിൽ പ്രവേശിച്ചത്. ഏകദേശം 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് തുല്യനായ ഒരു സാഹിത്യകാരൻ ക്രൈസ്തവ രംഗത്ത് ഉണ്ടായിട്ടില്ല. വേദപുസ്തകത്തെക്കുറിച്ച് ആഴമേറിയ ജ്ഞാനമുള്ള വ്യക്തി, പദസഞ്ചയങ്ങളുടെ ഒരു മഹാസമുദ്രം, നിമിഷങ്ങൾക്കുള്ളിൽ ഗാനങ്ങൾ എഴുതാനുള്ള കഴിവ്, ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഉയരുന്ന പാഷാണ്ഡതകൾക്കെതിരെ, അബദ്ധ ഉപദേശങ്ങൾക്കൊക്കെ എതിരെ കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിവുള്ള താർക്കികൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആ മഹാരഥനെ കുറിച്ച് പറയാനുണ്ട്. ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ നവീകരണത്തിന് ശംഖനാദം മുഴക്കിയെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ നവീകരണത്തിന്റെ ശംഖനാദം ശങ്കുലി മുഴക്കിയത് മലങ്കരയുടെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കപ്പെടുന്ന മഹാകവി KV സൈമൺ സാറാണ്. എത്രയോ മനോഹരമായ ഗാനങ്ങൾ ശില്പഭംഗി കൊണ്ടും കാവ്യഭംഗി കൊണ്ടും പദസമ്പത്ത് കൊണ്ടുമെല്ലാം അദ്ദേഹം അനശ്വരമാക്കിയിട്ടുണ്ട്. നിത്യഹരിതമായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ
പൊതുവെ ക്രൈസ്തവ ഗായകർ വളരെ ആവേശത്തോടു കൂടി വേദികളിൽ പാടുന്ന ഒരു ഗാനമുണ്ട്. അത് വിവാഹമായാലും കൺവെൻഷൻ ആയാലും ഈ പാട്ട് പാടുവാൻ നമ്മുടെ ഗായകർക്ക് വളരെ ഒരു ആവേശമാണ്. ആ പാട്ട് ഇതാണ്: അമ്പയരിശിലയും അമ്പരയും കാഴ്ചയും. തന്മണവാളന് വേണ്ടി അലങ്കരിച്ച കന്യകയുടെയായ സഭയുടെ നല്ല പ്രവർത്തികളായ സുചേലകൾ കൊണ്ട്, വസ്ത്രങ്ങൾ കൊണ്ട് തന്നെത്താൻ അലങ്കരിച്ച് തന്റെ ആത്മമണവാളനായ കാന്തന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, രൂപലാവണ്യത്തെക്കുറിച്ച് മനോഹരമായ ഭാഷയിൽ മഹാകവി KV സൈമൺ സാർ എഴുതിയ അമ്പയരിശിലയും അമ്പരും കാഴ്ചയിൽ എന്ന ഗാനം. ഈ ഗാനം ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒരു പൂർണ്ണതയിലേക്ക് എത്തില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഏറ്റവും കൂടുതൽ സൈമൺ സാറിന്റെ ഗാനങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര കേട്ടാലും മതിവരാത്ത ഒരു ഗാനമാണ്. ഈ രാത്രിയിൽ ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് അനുഗ്രഹീത ഗായകൻ ജോസ്ലി എബ്രഹാം തിരുവല്ല. പ്രിയ സഹോദരനെ സ്നേഹാദരങ്ങളോടുകൂടി ഈ ഗാന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. അമ്പയറൂസലേം അമ്പരിൻ കാഴ്ചയെ അമ്പരെ വരുന്ന നാടെന്തു മനോഹരം. അമ്പയറൂസലേം അമ്പരിൻ കാഴ്ചയെ അമ്പരെ വരുന്ന നാടെന്തു മനോഹരം. അമ്പയറൂസലേം തന്മണവാളന് വേണ്ടിയലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക. നല്ല പ്രവൃത്തികളായ സുചേലയെ മലമിഴി ധരിച്ചു കൊണ്ടഭിരാമയായി. അമ്പയറൂസലേം അമ്പരിൻ കാഴ്ചയെ അമ്പരെ വരുന്ന നാടെന്തു മനോഹരം. അമ്പയറൂസലേം ഗഗ പാപ്പ ഗബദസ പാപ്പ ഗബദസ രീ ഗരി സദ സാ 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 ഗരി സദ ലാ 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 പമ ഗരി നീ രീ രീ. നീളവും വീതിയും ഉയരവും സാമ്യമായി കാണുവതിവളിലാണന്യയിൽ നല്ലത്. ഇവളുടെ സൂര്യചന്ദ്രർ ഒരു വിധത്തിലും വാനം വിടുകയിൽ ഇവൾ ശോഭയറുതിയില്ലാത്തതാം. അമ്പയറൂസലേം അമ്പരിൻ കാഴ്ചയേം അമ്പരെ വരുന്ന നാടെന്തു മനോഹരം. അമ്പയറൂസലേം
ഗഗ പാപ്പ ഗബദസ പാപ്പ ഗബദസ നീ ഗരി സദ സാ ഗരി സദ ദാ പമ ഗരി നീ. രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ, സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും. കനകവും മുത്തുരത്നം ഇവയണികില്ലെങ്കിലും, സുമുഖിയാം ഇവൾ കണ്ടം ബഹുരമണീയമാം. അമ്പയറൂസലേം അമ്പരിൻ താഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയറൂസലേ അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്ന ഗാനത്തെക്കുറിച്ച് അല്പം വാചാലനാവേണ്ടത് ആവശ്യമാണ്. പാട്ടുപുസ്തകത്തിലെ 714 പാട്ടാണത്. 3 ചോദ്യങ്ങളിലൂടെ ഈ ഗാനത്തെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള 10,000-കണക്കിന് ക്രിസ്തീയ ഗാനങ്ങളിൽ വെച്ച് ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരും അറിയുന്ന, പാടുന്ന ഏറ്റവും പ്രസിദ്ധമായ ഗാനം ഏത്? രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ക്രിസ്തീയ ഗാനം ഏത്? 3, മലയാളികൾ ഭയത്തോടും മടിയോടും കൂടി പാടുന്ന ഗാനം ഏത്? ഈ 3 ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരം ജർമ്മൻ മിഷണറിയായിരുന്ന ഓൾബ്രൈറ്റ് നാഗൽ എഴുതിയ സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം. ഈ ഗാനം സകല മലയാളികൾക്കും അറിയാം. ജാതിമത സാമുദായിക വ്യത്യാസം കൂടാതെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്രൈസ്തവ ഗാനമാണ്. ഈ ഗാനത്തെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ട്. അത് അല്പമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് എഴുതിയത് സെക്കുലർ സമൂഹത്തിൽ അറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ എന്ന നിലയിലാണ്. കാരണം KS സേതുമാധവൻ എന്ന സിനിമാ സംവിധായകൻ അരനാഴിക നേരം എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ അതിലെ ഒരു പ്രാർത്ഥനാ രംഗമായി കുഞ്ഞോനാച്ചൻ എന്ന വ്യക്തി രോഗശയ്യയിൽ കിടക്കുമ്പോൾ രാത്രി കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ആ കുടുംബാംഗങ്ങൾ പാടുന്ന ഒരു ഗാനമായി സമയമാരഥത്തിൽ എന്ന ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ മറ്റു പല ഗാനങ്ങളും വയലാർ രാമവർമ്മ ദേവരാജൻ സഖ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഈ പാട്ടും വയലാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ വയലാർ രാമവർമ്മ ഈ ഗാനത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം പിതൃത്വം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആ ഗാനം ഇതിനേക്കാൾ മികച്ച ഒരു ഗാനം ആ സന്ദർഭത്തിന് യോജിക്കാത്തത് കൊണ്ട് ആ ഗാനത്തിന് ചില മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം ഈ പാട്ട് സിനിമയിൽ ഉപയോഗിക്കുകയാണ്. ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ എന്ന വരി അദ്ദേഹം അല്പം മാറ്റം വരുത്തി എഴുതി. ആകെ അരനാഴിക നേരം മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ എന്ന് അദ്ദേഹം മാറ്റി എഴുതി. അതുകൂടാതെ തന്നെ ഞാൻ ബന്ധപ്പെട്ട് ഓടുന്നു എന്നുള്ള ആ വാക്ക് ഞാൻ തനിയെ ഓടുന്നു എന്ന് ആക്കി. എന്നാൽ ബാക്കി ഗാനങ്ങളെല്ലാം വയലാർ രാമവർമ്മ എഴുതിയത് കൊണ്ട് ഈ ഗാനവും വയലാർ രാമവർമ്മയുടെ പേരിൽ എഴുതപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പൊതുവെ മലയാളികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മ എഴുതിയ ഒരു സിനിമാ ഗാനമാണ് സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം. എന്നാൽ നമുക്കറിയാം, ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ജർമ്മനിയിലെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെ തേടി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന് മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ ഗാനങ്ങൾ എഴുതി മലയാളത്തിൽ തെരുവീതികളിലും കൺവെൻഷൻ രംഗങ്ങളിലും കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച ആ ധന്യനായ 54 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവാദം കൊടുത്ത ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് 65-ലധികം ഗാനങ്ങൾ എഴുതി, അതുപോലെ സ്നാനത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായ പഠനങ്ങൾ നടത്തി മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ആ വ്യക്തി. എന്നാൽ
മലയാളികൾ ഭയത്തോടും മടിയോടും കൂടെ പാടുന്ന ഗാനം ഏതാണെന്നാണ് ഞാൻ മൂന്നാമത് ചോദിച്ച ചോദ്യം. അതിന് ഉത്തരം സമയമാരഥത്തിൽ സ്വർഗയാത്ര ഞാൻ ചെയ്യുന്നു എന്ന ഗാനം. കാരണം ഈ ഗാനത്തെ ഒരു മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം പാടുന്ന ഗാനമായി ക്രൈസ്തവ ലോകം സഭാഭേദമന്യേ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം അടക്കം, ഒരു അപ്രിയ സത്യമായി തോന്നാമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹമടക്കം സകല ക്രൈസ്തവരും മരണ ശുശ്രൂഷയിൽ മാത്രം പാടുന്ന ഒരു ഗാനമായി, ആ രംഗത്ത് മാത്രം ഈ ഗാനം പാടുമ്പോൾ അത് ശുഭസൂചനയായും, മറ്റേതെങ്കിലും രംഗങ്ങളിൽ അതൊരു കുടുംബ പ്രാർത്ഥനയോ പൊതുയോഗമോ മറ്റേതെങ്കിലും ആത്മീയ യോഗങ്ങളിൽ ആ ഗാനം പാടിയാൽ അതൊരു അപശകുനമായും മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഏതെങ്കിലും വ്യക്തി ആ ഗാനം അവരുടെ വീട്ടിലോ കുടുംബത്തോ രാത്രിയിൽ പാടുമ്പോൾ അയൽക്കാർ ഒരുപക്ഷെ വന്ന് ചോദിക്കാം, ആരാ മരിച്ചത്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്താണ് ഈ പാട്ട് ഇവിടെ പാടുന്നതെന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അതുകൊണ്ട് സത്യമറിയുന്നവരായ നാം സെക്കുലർ സമൂഹത്തിന്റെയും ക്രൈസ്തവ ലോകത്തിന്റെയും മുമ്പിൽ ആ സത്യത്തിന്റെ പച്ചയായ മുഖം തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ്. കേവലം മരണത്തിന് മാത്രം പാടേണ്ട ഒരു ഗാനമല്ല ഇത്. ഈ ഗാനം മരണ ശുശ്രൂഷയ്ക്ക് പാടാമോ എന്ന് ചോദിച്ചാൽ പാടാമെന്ന് തന്നെയാണ് ഞാൻ അതിന് ഉത്തരം പറയുക. എന്നാൽ കേവലം മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഗാനമായി ഈ ഗാനത്തെ തീർത്തത് നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് അവസാന ശ്വാസം പോകുമ്പോഴേയും താൻ 1914 തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി 6 മാസത്തിനുള്ളിൽ മടങ്ങി വരണമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം പോയത്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം നടന്നതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെയായി. 1921 മെയ് മാസം 21-ാം തീയതി 54-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേരുന്നതിന് തൊട്ട് മുമ്പും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ആഗ്രഹം ഭാരതത്തിലേക്ക് വന്ന് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച് ഈ മണ്ണിൽ മരിക്കണമെന്നായിരുന്നു. അപ്പോൾ നമ്മെ സ്നേഹിച്ച് മലയാള ഭാഷയ്ക്ക് മലയാളികളായ നമുക്ക് ഒരു വരി പോലും എഴുതാൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് നമുക്ക് വേണ്ടി മനോഹരമായ ഗാനം എഴുതിയ ആ വ്യക്തിയുടെ ഗാനങ്ങൾ കേവലം മരണത്തിന് മാത്രം പാടുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ അത് പാടിയാൽ സുവിശേഷകന്മാരടക്കമുള്ളവർ ചോദിക്കും, ഇന്ന് അവിടെ മരണം ഉണ്ടായോ, ഈ പാട്ട് ഇപ്പോഴാണോ പാടേണ്ടത്? ഒരുപക്ഷെ ഈ ചോദ്യം ഇന്ന് ഞാനിവിടെ ഈ പാട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ ശ്രോതാക്കളിൽ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ വളരെ മലയാള ഭാഷയിൽ ഇറങ്ങിയ ഏറ്റവും സൗന്ദര്യാത്മകമായ ഏറ്റവും മനോഹരമായ ഒരാശ്വാസ ഗാനമാണ്, ഒരു പ്രത്യാശ ഗാനമാണ്. കത്തോലിക്ക സമൂഹത്തില് മൃതശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പാട്ടുണ്ട്, മരണം വരുമെന്ന് ഓർക്കുക മർത്തിയാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്തിടുക അലസത കൂടാതെ എന്ന ഒരു ഗാനമുണ്ട്. അതുപോലെ തന്നെ മൃതശരീരം നമ്മുടെയൊക്കെ പല സംസ്കാര ശുശ്രൂഷകളിൽ മൃതശരീരം ഭവനത്തിൽ നിന്ന് സെമിത്തേരിയിലേക്ക് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ പാട്ട് പാടിയിരിക്കണം. ഈ പാട്ട് പാടിയില്ലെങ്കിൽ എന്തോ കുറവ് സംഭവിച്ച പോലെ പലരും പറയുന്നതായി കേൾക്കാറുണ്ട്. മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അവരെ ശാസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. എന്നാൽ ഈ വരികളിലൂടെ നാം ഒന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പദമാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയത്, സമയരഥം എന്നുള്ള പദം. സമയത്തിന്റെ രഥത്തിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളായി നമ്മെ ഓരോരുത്തരെയും അദ്ദേഹം പറയുന്നു. രാവും പകലും രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോഴും രാവിലെ ഞാൻ ഉണരുമ്പോഴും എൻ്റെ സമയരഥത്തിന്റെ ചക്രം മുന്നോട്ട് ഓടുന്നു. ഈ സമയരഥത്തിന്റെ ചക്രം മുന്നോട്ട് ഓടി ഓടി അതൊരു ദിവസം നിശ്ചലമാകും. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ സമയരഥത്തിന്റെ ചക്രം നിശ്ചലമാകുന്നത് അവൻ മരിക്കുമ്പോഴാണ്. എന്നാൽ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗീയ സിയോനെ കുറിച്ചുള്ള സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ നിറഞ്ഞ് പ്രത്യാശയോടുകൂടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, പൊതുയോഗങ്ങളിൽ നാം പരിസരം മറന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷിച്ച് പാടേണ്ട അതിമനോഹരമായ ഒരു രചനയാണ് മലയാള ഭാഷയ്ക്ക് കർത്താവിന്റെ ദാസൻ നൽകിയിട്ട് പോയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രിയിൽ ഈ ഗാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റണം. മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകി, ഞാൻ പറഞ്ഞല്ലോ, ഇനി 6 മാസവും കൂടെ കഴിഞ്ഞാൽ ജൂൺ മാസം 21-ാം തീയതി, മെയ് മാസം 21-ാം തീയതി വരുമ്പോൾ ആ ദൈവദാസൻ ദൈവസന്നിധിയിൽ ചേർന്നിട്ട് 100 വർഷങ്ങൾ തികയാണ്. മലയാള ഭാഷ അദ്ദേഹത്തിന് വേണ്ട അർഹത അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? ഒരു ഗാനം മനോഹരമാകുന്നത് ആ ഗാനരചയിതാവ് എന്തുദ്ദേശത്തോടു കൂടി ആ ഗാനം എഴുതിയോ ആ ഉദ്ദേശത്തോടു കൂടിയ ഗാനം ആവിഷ്കരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ ഗാനത്തിന് യഥാർത്ഥത്തിലുള്ള സ്രഷ്ടാവ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മൂല്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് സംസ്കാര ശുശ്രൂഷകളിൽ ഈ ഗാനം ആലപിക്കുന്നതിനെ ഞാൻ വിമർശിക്കുന്നില്ല, തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ
മറ്റവസരങ്ങളിൽ ഈ പാട്ട് പാടുമ്പോൾ പലരും തടയാൻ ശ്രമിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ചിലരെങ്കിലും ഈ സമയമാരഥത്തിൽ സ്വർഗയാത്ര ചെയ്യുമെന്നുള്ള സന്തോഷ നിർഭരമായ പ്രത്യാശ ആശ്വാസഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതെ, സമയത്തിന്റെ ചക്രത്തിലേറി ആ രഥചക്രം കറങ്ങുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഓരോ പുലരിയും ഇവിടെ പൊട്ടിവിടരുമ്പോൾ കർത്താവിന്റെ വരവിലേക്കോ നമ്മുടെ ആയുസിന്റെ അവസാനത്തിലേക്കോ നാം എത്തുന്നു. ഓരോ രാത്രിയിൽ നാം ഉറങ്ങുമ്പോൾ ഈ സമയരഥചക്രം മുന്നോട്ടേക്ക് ഓടുകയാണ്. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ആ അല്പം നേരം മാത്രം ലോകം ചിന്തിക്കുന്നത് ഗർഭപാത്രം മുതൽ 6 മണി വരെയുള്ള യാത്രയാണ് മനുഷ്യജീവിതമെന്ന് ലോകം ചിന്തിക്കുമ്പോൾ നാം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഗർഭപാത്രം മുതൽ നിത്യത വരെ അനന്തമായി തുടരുന്ന യാത്രയാണ്. എന്നാൽ കേവലം 70 80 വർഷമുള്ള സമയരഥത്തിന്റെ ചക്രത്തിൽ നാം യാത്ര ചെയ്യും. ഒരു ദിവസം അത് നിശ്ചലമാകും. ഈ മനോഹര ഗാനം ഈ രാത്രിയിൽ എന്റെ ഒരു കൂട്ടു സഹോദരൻ എന്നെ പോലെ തന്നെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഗാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഒന്ന് പറയണം സഹോദര. ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് ബ്രദർ തന്നെ പാടൂ. കർത്താവിൽ ആദരണീയനായ സഹോദരൻ ജോബി ജോസഫ് ചിറ്റാരിക്കാൻ ഈ രാത്രിയിൽ ഈ ഗാനം നമുക്കായി ആലപിക്കുന്നു. സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ ബന്ധപ്പെട്ടോടുന്നു. നമുക്ക് ശ്രദ്ധയോടുകൂടെ ഈ ഗാനത്തിനായി കാതോർക്കാം. സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാണുന്നതിനു ബദ്ധപ്പെട്ടോടിടുന്നു. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ, യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം, എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും ഞാൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും ഞാൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു.
ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. നമുക്കറിയാം, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുമാത്രമല്ല, അവനൊരു ആശ്രയ ജീവി കൂടിയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമ, കായിക, സമ്പന്ന മേഖലയിലുള്ളവരെ ആശ്രയിക്കാനുള്ള മനുഷ്യന്റെ ത്വര വളരെ വലുതാണ്. പക്ഷേ അവരെല്ലാം മരണം കൊണ്ട് മാറ്റപ്പെടുന്നവരും കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങുന്നവരും ബലികുടീരങ്ങളിൽ ഒടുങ്ങുന്നവരുമാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെ ചില രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് വിളിച്ചു പറയാറുണ്ട്, രക്തസാക്ഷികൾ അമരന്മാർ, അനശ്വരന്മാർ, ധീരന്മാർ. സാധാരണ എല്ലാ പാർട്ടിക്കാരും പറയാറുള്ളതാണ്. പക്ഷെ അവരുടെയൊക്കെ കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് അവരെ വിളിച്ചാൽ ഒരിക്കലും അവർ വരികയില്ല. അവരെല്ലാം കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങി. എന്നാൽ കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങാത്ത ഒരുവനുണ്ട്. കല്ലറയെ തകർത്ത്, മരണത്തെ തകർത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ. കർത്താവിന്റെ ദാസൻ എം ഇ ചെറിയാൻ സാർ ഇങ്ങനെ എഴുതി, കാൽവരിനാഥൻ എൻ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിയില്ല. മൃത്യുവേവെന്നവൻ അത്യുന്നതൻ പിന്നിൽ, കർത്താവി കർത്താവായി വാഴുന്നവൻ. ഒരാളെ വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ, ആശ്രയിക്കാൻ കൊള്ളാമെങ്കിൽ, ഒരാളെ ആരാധിക്കാൻ കൊള്ളാമെങ്കിൽ, ഭാഗ്യകരമായ അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് നാം പോകണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു എന്ന മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ നിത്യജീവന്റെ അവകാശിയായ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിൽ പിടിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ കർത്താവിൽ ആശ്രയം വെക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. മരിച്ചു മൺമറയുന്ന മനുഷ്യന്റെ മഹിമയിൽ നാം ആശ്രയം വെച്ചു കഴിഞ്ഞാൽ ശവകുടീരങ്ങളുടെ മുന്നിൽ ചെന്ന് നാം എത്രത്തോളം നിലവിളിച്ചാലും ലജ്ജിക്കപ്പെടേണ്ടി വരും. എന്നാൽ മരണത്തെ തകർത്തുയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ നാം നിലവിളിച്ചാൽ നമ്മൾ നിർഭാഗ്യവാന്മാരാകിയില്ല, ഭാഗ്യവാന്മാരായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ കാരിരുൾ മൂടുന്ന ജീവിത മേഖലകളിൽ, മരണനിഴലിന്റെ താഴ്വരകളിൽ ശരണമായി, സങ്കേതമായി, ബലമായി, കോട്ടയായി അവൻ നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ആശ്രയിക്കണമെങ്കിൽ കർത്താവായ യേശുവിനെ ആശ്രയിക്കണം. അവൻ തരുന്ന ഭാഗ്യകരമായ അനുഭവം ലോകത്തിൽ മറ്റാർക്കും തരാൻ കഴിയുകയില്ല. കർത്താവിന്റെ ദാസൻ എം ഇ ചെറിയാൻ സാറിന്റെ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ എന്ന ഗാനം അനുഗ്രഹീതനായ കർത്തൃദാസൻ റിജോയ് കെ ജോൺ തളിപ്പറമ്പ് ഇപ്പോൾ നമുക്കായി ആലപിക്കുന്നു. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൻ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ.
കാരീരും ബാലിയിൻ പാടുള്ള പാണിയ കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. കാൽവരി നാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. കാൽവരി നാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ഒരു ഗാനത്തിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അതിന്റെ സംഗീതമോ ഗായകന്റെയോ ഗായികയുടെയോ ശബ്ദമോ അല്ല, അതിന്റെ രചനയാണ് ഒരു ഗാനത്തിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു ഗാനരചനയ്ക്ക് സൗന്ദര്യമുണ്ടാകണമെങ്കിൽ നിർബന്ധമായി 3 കാര്യങ്ങൾ ആ രചനയിൽ രചയിതാവ് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ആശയ സൗന്ദര്യം ആവശ്യമാണ്. 2, പദവിന്യാസം അല്ലെങ്കിൽ പദങ്ങളുടെ സൗന്ദര്യം, വാക്കുകളുടെ സൗന്ദര്യം ആവശ്യമാണ്. 3, ആ ഗാനം എഴുതിയ ഘടന സൗന്ദര്യം അഥവാ ശില്പ സൗന്ദര്യം ആവശ്യമാണ്. ഈ 3 സൗന്ദര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ആ രചന എന്നുള്ളത് വളരെ മനോഹരമായ അതിമനോഹരമായ ഒരു രചനയായി തീരും. KV സൈമൺ സാറിന്റെ രചനകൾ ഈ 3 ഗുണനിലവാരവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെത്. ആശയ സൗന്ദര്യം, പദസൗന്ദര്യം, ശില്പ സൗന്ദര്യം. 45-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ ആ മനോഹരമായ ഗാനം നാം സാധാരണ വിവാഹങ്ങളിലും മറ്റു യോഗങ്ങളിലൊക്കെ സാധാരണ പാടുന്നതാണ്. എത്ര മനോഹരമായ പദങ്ങളിലൂടെയാണ് താൻ ആ ഗാനത്തെ വിവരിച്ചിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദങ്ങൾ അതിനേക്കാൾ വളരെ കാവ്യാത്മകമായും ആശയസമ്പുഷ്ടമായും ശില്പഘടനയോടും കൂടിയാണ് എൻ മനസ്സുയരുന്നഹോ എന്ന ഗാനം അദ്ദേഹം എഴുതിയത്. അതിനുശേഷം വർഷങ്ങൾ ഒരുപാടായെങ്കിലും 45-ാം സങ്കീർത്തനത്തെ അധികരിച്ച് ആര് ഗാനം എഴുതിയാലും ഈ ഗാനത്തിന്റെ നിലവാരത്തോട് കിടപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, എൻ മനസ്സുയരുന്നഹോ എന്ന വളരെ പ്രസിദ്ധമായ 45-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി മഹാകവി KV സൈമൺ സാർ എഴുതിയ ഗാനം. ഈ ഗാനം നമുക്കായി ഇവിടെ ആലപിക്കുന്നത് നമ്മുടെ ഇടയിലെ ഒരു യുവഗായകനായി വളർന്നു വരുന്ന ബ്രദർ ജോബിൻ ജോർജ് നിലമ്പൂർ. അനുഗ്രഹീതനായ കർത്തൃദാസൻ ജോർജ് തോമസ് അവറുകളുടെ മകനാണ് അദ്ദേഹം. കർത്താവിന്റെ കരങ്ങളിൽ താൻ പ്രയോജനപ്പെടുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗാനത്തിന്റെ ആലാപനത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
എൻ മനസ്സുയരുന്നഹോ നന്മയേറുവ വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. തന്നിമിത്തം താപനാഥൻ നിന്നുടെ കൂട്ടുകാരേക്കാൾ, തന്നിമിത്തം താപനാഥം നിന്നുടെ കൂട്ടുകാരേക്കാൾ നിന്നെ ആനന്ദ തൈലം കൊണ്ടു അധികമായി നന്ദിയോട് ചെയ്യുക അഭിഷേകം. നിന്നെ ആനന്ദ തൈലം കൊണ്ടു അധികമായി നന്ദിയോടെ ചെയ്യുക അഭിഷേകം. എൻ മനസ്സുയരുന്നഹോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരുന്നഹോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. അന്തപുരത്തിലേരാക്കി ചന്തമെഴും ശോഭമൂലം, അന്തപുരത്തിലേരാക്കി ചന്തമെഴും ശോഭമൂലം എന്തു പരിപൂർണയാമവൾ ആണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമവൾ ആണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയരുന്നഹോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരുന്നഹോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, പഴയ ഗാനങ്ങൾ നിത്യഹരിത ഗാനങ്ങളാണെന്ന് നാം പറയുന്നതിന് കാരണം എന്താ? ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നാം ഇന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന ഈ നിത്യഹരിതമായ ഈ സുന്ദര ഗാനങ്ങൾ, ആ ഗാനങ്ങളുടെ ഒരു 80% രചയിതാക്കളും പൂർണ്ണസമയം കർത്താവിന്റെ വേലയിൽ അധ്വാനിച്ച ദൈവദാസന്മാരായിരുന്നു. വ്യത്യസ്തമായ ജീവിത കാഴ്ചപ്പാടുകളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുന്നവരാണ് കർത്താവിന്റെ ദാസന്മാർ. അന്നവൻ നൽകുന്ന മന്നയിൽ തൃപ്തരായി അക്കരെ വാഗ്ദത്ത ദേശത്ത് പോകുന്ന എന്ന് M.A. ചെറിയാൻ സാർ എഴുതിയതുപോലെ, ഈ ലോകത്തിലെ ബാക്കി എല്ലാ ജോലികൾക്കും ഫിക്സഡ് സാലറി ഉണ്ട്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം നടത്താം, ബഹിഷ്കരിക്കാം, ധർണകൾ നടത്താം, പിക്കറ്റിങ്ങുകൾ നടത്താം, ആപലാദികൾ സർക്കാരിനെ അറിയിക്കാം. ആ ജോലി ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകാം. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാന്റെ വിളി എന്ന് പറയുന്നത്, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന്
വേണ്ടത് സമൃദ്ധിയായി തരാമെന്നുള്ള വിശ്വാസത്തിന്റെ വേലയാണ്. അതുകൊണ്ട് പലപ്പോഴും മാനുഷികമായ ജീവിതത്തിൽ സംഘർഷങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നെന്നിരിക്കാം. പതറിപ്പോയവർ ധാരാളം, പട്ടുപോയവർ ധാരാളം. എങ്കിലും വിശ്വാസത്തിന്റെ ചെങ്കോൽ നീട്ടി പ്രതികൂലങ്ങളുടെ ചെങ്കടൽ താണ്ടി അക്കരെ എത്തി ദൈവകൃപയിൽ ജീവിച്ചിട്ടുള്ള പല ദൈവദാസന്മാരുമുണ്ട്. അപ്പോൾ നീറുന്ന നൊമ്പരങ്ങളുടെ പ്രതികൂലങ്ങളുടെ തീച്ചൂളിയിലൂടെ കടന്നുപോയപ്പോൾ ജന്മമെടുത്ത ഗാനങ്ങളാണ് അവരിൽ പലരും എഴുതിയത്. കേവലം ഒരു പേപ്പർ എടുത്തുകൊണ്ട് ഒരു ഗാനം എഴുതാമെന്ന് വിചാരിച്ച് എഴുതി പ്രസിദ്ധമായ ഗാനങ്ങളല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ വേദനയാകട്ടെ, കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, അപമാനമാകട്ടെ, അത് ജീവിതത്തിൽ വന്നപ്പോൾ ഉള്ളിൽ ദൈവം ഗാനത്തെ നൽകി അത് മറ്റുള്ളവർക്ക് അനുഗ്രഹ മഴയാക്കി തീർത്ത സംഭവങ്ങളാണ്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്ന ഗാനവും അപ്രകാരം ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്ന് ഒരു ദേവദാസൻ എഴുതിയ ഗാനമാണ്. കർത്താവിന്റെ ദാസൻ മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശി. മർത്തോമ സഭയിൽ നിന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നു. ഒരിക്കൽ വലിയൊരു പ്രതിസന്ധിയെ തന്റെ ജീവിതത്തിൽ നേരിട്ടു. ചില ദിവസങ്ങളായി വീട്ടിൽ തീ പുകഞ്ഞിട്ട് മുഴുപട്ടിണിയിലേക്ക് കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശന്ന് കരയുന്ന മക്കൾ. ആദ്യമൊക്കെ ആ വിശ്വാസത്തെ അംഗീകരിച്ചവളായ ഭാര്യ കുറച്ചു കഴിഞ്ഞപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങി. ഈ വിശ്വാസം വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? വീട്ടിൽ തീ പുകയുണ്ട്, മക്കളുടെ വിശപ്പ് കാണുന്നില്ലേ? കർത്താവിന്റെ വേലയൊക്കെ മാറ്റി വെച്ചിട്ട് പോയി എന്തെങ്കിലും പണിയെടുത്ത് വീട്ടിലേക്കുള്ള ആഹാരം കൊണ്ടുവരും എന്നുള്ള നിലയിൽ തന്റെ ഭാര്യ തന്നോട് പറഞ്ഞ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് പഠിച്ച ഒരു പ്രത്യേക സാഹചര്യം ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ജീവിത സംഘർഷങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും പച്ചയായ മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം. പക്ഷെ ദൈവഭക്തനായ ഈ മനുഷ്യൻ അപ്പോഴും മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരൊഴുക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആവശ്യങ്ങൾ ആരോടും ചോദിക്കാൻ പോകാതെ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഭാര്യയുടെ പിറുപിറുപ്പ് കൂടുന്നു, വിശപ്പിന്റെ വിളി മക്കളുടെ അധരങ്ങളിൽ നിന്നും ഉയരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ആരാണ് മുട്ടുന്നത്? വാതിലൊന്ന് തുറക്കൂ. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ ആ വീടിന്റെ വരാന്തയിൽ ഒരു വലിയ ചാക്കിനകത്ത് നിറച്ചും അന്നത്തെ ഭക്ഷണ പദാർത്ഥങ്ങളായ ചേമ്പും കാച്ചിലും അരിയും അതുപോലെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം 1-2 ആഴ്ചത്തേക്ക് സുഭിക്ഷമായി അവർക്ക് കഴിക്കാൻ പാകമുള്ള നിലയിൽ ആ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടു. അത് കൊണ്ടുവന്നയാൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തരാൻ വേണ്ടി ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏൽപ്പിച്ചതാണ്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഏൽപ്പിച്ചതാണ്. എന്റെ തിരക്ക് കാരണം എനിക്ക് വരാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വെച്ച് അദ്ദേഹം പോകാനിടയായി. ഒരുപക്ഷെ ഈ ന്യൂ ജനറേഷൻ കാഴ്ചപ്പാടുള്ളവർ ചിന്തിക്കും, എന്റെ പൊന്നു സഹോദര, എന്തിനാണ് ഈ രാത്രിയിൽ തള്ളുന്നത്? തള്ളലിന്റെ ആവശ്യമില്ല എന്നൊരു പക്ഷെ ചിന്തിക്കാം. പ്രിയമുള്ളവരെ, തള്ളുന്നതല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അത് കണ്ടപ്പോൾ ആ കർത്താവിന്റെ ദാസൻ ദൈവത്തെ നോക്കി സന്തോഷത്തോടു കൂടി ഇങ്ങനെ എഴുതി, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. പിന്നെയും പറയുന്നു, നാളെ കൊണ്ട് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു, തന്റെ കൈകളിൽ ഞാൻ ദിനംതോറും ചാരുന്നു. ഇത് പറയുമ്പോൾ വല്ലാത്തൊരു വൈകാരികത ഞാൻ അനുഭവിക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് കടക്കാരനല്ല. കാണാത്ത അറിയാത്ത വഴികളിലൂടെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഏലിയാവിന്റെ കാക്ക അയക്കുന്ന ദൈവം ആ കാലഘട്ടത്തിലും ജീവിക്കുന്നു, ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നു. അതുകൊണ്ട് ഓരോ നാളും നമ്മെ പുലർത്തുന്ന കർത്താവിന്റെ കരകളിൽ നാം ആശ്രയിച്ചു കഴിഞ്ഞാൽ കർത്താവ് കടക്കാരനല്ല. കർത്താവിന്റെ ദാസൻ ആ പാട്ട് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, വേണ്ടതെല്ലാം ദേതോ നീ എന്റെ പൊന്നുതാകാ നീ എനിക്ക് നൽകുമ്പോൾ വൃഥാ എന്റെ ദേഹി കലങ്ങുന്നത് എന്താണ്? ആത്മാവിൽ താൻ ഉറപ്പുള്ളവനായിരുന്നെങ്കിലും കുടുംബത്തിന്റെ പ്രതിസന്ധികൾ വന്നപ്പോൾ താനൊന്ന് നേറി. എന്നാൽ എനിക്കായി ജീവിക്കുന്ന എന്റെ ദൈവത്തെ അവൻ ആർദ്രവാനായി ജീവിക്കും. പത്മോസ്തിയിൽ ഞാൻ ഏകനായി തീർന്നാലും അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ മരുഭൂമിയിൽ വിശന്ന് പറഞ്ഞാലും സ്നേഹചൂടോടൊപ്പമായി വന്ന് എന്നെ വിശപ്പ് മാറ്റുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കും. ഈ ദൈവത്തെ നമുക്ക് ഈ രാത്രി സ്തുതിക്കാം. കർത്താവിന്റെ ദാസൻ ജോസ്ലി എബ്രഹാം ആ ഗാനം നമുക്കായി ആലപിക്കുന്നു, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു.
എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുജ്ഞാനി ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുജ്ഞാനി ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ക്ഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. നാളയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുജ്ഞാനി ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. അടുത്ത ഗാനം നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന ഒരു ഗാനമാണ്. പാഠപുസ്തകത്തിലെ 999-ാമത്തെ ഗാനമാണ്. പക്ഷെ ഇതിന്റെ രചയിതാവ് ആരാണെന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദൈവഭക്തൻ 2 ആത്മീയ ആഗ്രഹങ്ങൾ കർത്താവിനോട് ബന്ധത്തിൽ അവനുണ്ട്. ഒന്ന്, ദൂരെ ആകാശഗംഗയ്ക്കപ്പുറം, അനന്ത നീലിമയുടെ അതിരിനും അപ്പുറം, ആൽഫയും ഒമേഗയുമായവന്റെ സ്ഫടിക സ്വച്ഛതയുടെ നാട്ടിലേക്ക്, ആ പളുങ്കു നദിയുടെ തീരത്തേക്ക്, ആ സ്വർഗ വീട്ടിൽ ഈ ദേഹമാകുന്ന വസ്ത്രം നീക്കി എനിക്ക് എപ്പോൾ കടന്നു വരാൻ പറ്റും? നിന്റെ മുഖം എനിക്ക് എന്ന് നേരിൽ കാണാൻ പറ്റും? എനിക്ക് വേണ്ടി പാടുകളേറ്റ തിരുമാറിൽ എനിക്ക് എപ്പോൾ ചാരാൻ പറ്റും? ദൂതന്മാരോടൊപ്പം സംഗീതവേദിയിൽ ആ നാദബ്രഹ്മത്തിൽ എനിക്ക് എപ്പോൾ അലിഞ്ഞു ചേരാൻ പറ്റും? ആർത്തിയോടുകൂടെ കാത്തിരിക്കും. ഒന്നുകിൽ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് എന്നെ നീ ചേർക്കണമേ, അല്ലെങ്കിൽ എന്നെ തേടി നീ ഈ ഭൂമിയിലേക്ക് വരണമേ. ഒരു വേഴാമ്പൽ കാത്തിരിക്കുന്നത്
ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ അത് ആവലോടുകൂടി കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് മഴനീർത്തുള്ളികൾ ഈ ഭൂമിയിലേക്ക് പതിക്കുന്നത്? എപ്പോഴാണ് എൻ്റെ ദാഹം മാറുന്നത്? എപ്പോഴാണ് മഴ പെയ്യുന്നത്? ഈ ലോകമാകുന്ന മരുഭൂമിയിൽ വേഴാമ്പലാകുന്ന ദൈവമക്കൾ കർത്താവാകുന്ന മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് കർത്താവെ എൻ്റെ ആത്മദാഹം തീർക്കുവാൻ അങ്ങ് മഴയായി എൻ്റെ ജീവനിലേക്ക് പെയ്തിറങ്ങുന്നത്? എപ്പോഴാണ് ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ പ്രാപിച്ച്, ഈ മർത്യമായ ശരീരം അമർത്യത്തെ പ്രാപിച്ച് നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നത്? നമുക്ക് കേൾക്കാം, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണം. ഈ ഗാനം നമുക്കായി ആലപിക്കുന്നു ബ്രദർ രാജു ജോർജ്, എറണാകുളം. മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. വെണ്മവസ്ത്രം ധരിച്ചു നീർത്ത വിശുദ്ധ സംഗമതിൽ, വെണ്മവസ്ത്രം ധരിച്ചു നീർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യക പോ ഒരുങ്ങുന്നേ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ ആ പളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ. എൻ മണാള മൽപ്രിയനേ
എന്നേശുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും. ഓർമ്മപ്പാട്ടുകൾ എന്ന ഈ രാത്രിയിൽ, ഈ ഗാനനിശയിൽ ഇനി 3 ഗാനങ്ങൾ മാത്രം അവശേഷിക്കുന്നു. പാലക്കാട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട രാമയ്യൻ എന്ന ഒരു കുട്ടിയാണ് ക്രൈസ്തവ സാഹിത്യ സംഗീത പ്രഭാഷണ നഭോമണ്ഡലത്തിലെ താരകമായി ഉയർന്ന യൂസ്തൂസ് ജോസഫ് എന്ന പേരിൽ അറിയപ്പെട്ട വിദ്വാൻ കുട്ടി അച്ഛൻ. ചെറുപ്പം മുതൽ തന്നെ സംഗീതവും മലയാള, തമിഴ്, സംസ്കൃത ഭാഷയിലുള്ള പ്രാവീണ്യം നേടിയ ആ പ്രിയപ്പെട്ടവൻ തന്റെ മാതാവിന്റെ രോഗത്തിന് പല സ്ഥലങ്ങളിൽ ചികിത്സ തേടിയിട്ടും നടക്കാതെ വന്നപ്പോൾ ക്രിസ്തുഭക്തരായ ചിലരെ അവർ സമീപിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി അദ്ദേഹത്തിന്റെ മാതാവ് പൂർണ്ണമായി സൗഖ്യം നേടാനിടയായി. അത് മുഖാന്തരം അത് കർത്താവിലേക്ക് വരാനുള്ള ഒരു അവസരമായി തീർന്നു. ഈ യൂസ്തൂസ് ജോസഫ് എന്ന പേരിൽ, വിദ്വാൻ കുട്ടി എന്ന അച്ഛൻ എന്ന പേരിൽ താൻ അറിയപ്പെടുമ്പോൾ ഒരുപാട് ഗാനങ്ങൾ താൻ എഴുതി. കാന്താ താമസം എന്തഹോ, അഖിലേശനന്ദനും അഖിലാണ്ടനായകനും തുടങ്ങിയ മനോഹരങ്ങളായ ഗാനങ്ങൾ താൻ എഴുതി. ഒരു ദിവസം താൻ ഒരു പരസ്യയോഗത്തിൽ തന്റെ സഹപ്രവർത്തനമായി ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഉണർവ് പ്രസംഗകനും കൂടിയായിരുന്നു അദ്ദേഹം. അപ്രകാരം ഒരു പരസ്യയോഗത്തിൽ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ ആ പ്രോഗ്രാമിനെ തടസ്സപ്പെടുത്തുകയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രസംഗിക്കാൻ ഒരു തരത്തിലും അവർ അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ യൂസ്തൂസ് ജോസഫ് അവിടെ കൂടി വന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നിമിഷം എനിക്ക് തരൂ, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ അനുവാദം വാങ്ങി തന്റെ കയ്യിലിരിക്കുന്ന സംഗീത ഉപകരണം എടുത്ത് നിന്ന നിൽപ്പിൽ ഒരു ഗാനം അദ്ദേഹം എഴുതി. ആ ഗാനം അദ്ദേഹം അവിടെ പാടി. പിന്നീടാണ് അദ്ദേഹം അത് എഴുതാനായിട്ട് ഇടയായി തീർന്നത്. തനിക്ക് അവിടെ പ്രസംഗിക്കാൻ പറ്റാത്ത സുവിശേഷത്തെ ഒരു ഗാനരൂപത്തിൽ താൻ അവിടെ അവതരിപ്പിച്ചു. സുവിശേഷത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഗാനത്തിലൂടെ താൻ അവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ ഗാനം ഇങ്ങനെയാണ്: ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുമേ വചനം. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ പാപിയാണെന്നും യേശുക്രിസ്തുവാണ് രക്ഷകനാണെന്നുള്ള ആ സന്ദേശത്തെ ഒരു ഗാനരൂപത്തിൽ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചതിന് ശേഷമാണ് ആ ഗാനം അദ്ദേഹം യഥാർത്ഥത്തിൽ എഴുതിയത്. ആ മനോഹരമായ ഗാനം പരസ്യങ്ങൾക്ക് ഇന്നും നമുക്ക് ഒരുപാട് പാടുവാൻ കഴിയുന്നതായ ആ ഗാനം നമുക്കായി ഇവിടെ ആലപിക്കുന്നു സുവിശേഷകൻ ബിനു ജോസ് ഒറ്റപ്പാലം. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുമേ വചനം. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുമേ വചനം. പാരിൽ പാപമില്ലാത്ത പുരുഷരില്ലായ്കയാ പയരായി മരണം നമ്മിൽ ഘോരമായി വരികയാ. പാരിൽ പാപമില്ലാത്ത പുരുഷരില്ലായ്കയായി നേരായി മരണം നമ്മിൽ ഘോരമായി വരികയാ. പാരം പേരുകും കൃപ താരൻ നിധിയെ സുത സാരാമേധത്താൽ പൂരണം ചെയ്തു നാഥൻ. പാരം പേരുകും കൃപ താരൻ നിധിയെ സുത സാരാമേ
ചെയ്തു നാഥൻ. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുവേ വചനം. വേദസ്വരൂപൻ മഹാ വേദന പരനായി മോദമധുരസ്വത സ്വേദനമൃത. വേദസ്വരൂപൻ മഹാ വേദന പരനായി മോദമധുരമ സ്വാദേനമൃത. പാതകം തീർത്തു നമ്മെ നീതീകരിപ്പാനുയർ താതി ഗുരുവാ ക്രിസ്തു നാഥനെ ഭജിക്കേടോ. പാതകം തീർത്തു നമ്മെ നീതീകരിപ്പാനുയർ താതി ഗുരുവാ ക്രിസ്തു നാഥനെ ഭജിക്കേടോ. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുവേ വചനം. പാവനമായ തന്റെ ഭവ്യശോണിതം തന്നാൽ പാപികളായ നമ്മെ പാലനം ചെയ്വതിനാൽ. പാവനമായ തന്റെ ഭവ്യശോണിതം തന്നാൽ പാപികളായ നമ്മെ പാലനം ചെയ്വതിനാൽ. പാവനാത്മാവിൽ നിന്നും ബോധമുദിപ്പിക്കുന്ന ഭാഗധേയമാഭക്ത പാലനെ ഭജിക്കേടോ. പാവനാത്മാവിൽ നിന്ന് ബോധമുദിപ്പിക്കുന്ന ഭാഗധേയമാഭക്ത പാലനെ ഭജിക്കേടോ. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുവേ വചനം. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുവേ വചനം. ഈ സൂം മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ചിലർ ലൈബ്രറി എന്നും എൻസൈക്ലോപീഡിയ എന്ന് വിളിക്കുന്ന ബ്രദർ ജെയ്സൺ ജോയ് അന്തമാലി, അദ്ദേഹം ബഹറിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഈ പ്രോഗ്രാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ക്രിസ്തീയ ഗാനങ്ങളുടെ എഴുത്തുകാരെ കുറിച്ചും അതിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായി പറയാൻ കഴിവുള്ള സഹോദരൻ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു. മൽപ്രിയനെ അന്വേഷിച്ച നായകനെ എന്ന ഗാനം എഴുതിയത് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന ദേവദാസനാണ്. അദ്ദേഹം തന്ന ഇൻഫർമേഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജെയ്സൺ, താങ്ക് യു വെരി മച്ച്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, കർത്താവിന്റെ ദാസന്മാർ ജീവിതത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോൾ എഴുതിയ പല ഗാനങ്ങളും ഇന്ന് നിത്യഹരിതമായി തുടരുന്നു. മൂത്താബാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ മറ്റൊരു ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന് താൻ വിശ്വാസത്തിൽ വന്നപ്പോൾ സമൂഹം തനിക്ക് എതിരായി നിന്ദയും പരിഹാസവും അപമാനവും ഒറ്റപ്പെടലുമെല്ലാം ധാരാളം ജീവിതത്തിൽ അനുഭവിച്ചു. ഒരു ദിവസം തന്നെ മനഃപൂർവ്വം പരിഹസിക്കാൻ വേണ്ടി, അപമാനിക്കാൻ വേണ്ടി ആ നാട്ടിലെ ഒരു ധനാഢ്യൻ തന്റെ മകന്റെ വിവാഹത്തിന് ഈ കൊച്ചുകുഞ്ഞു ഉപദേശിയെ വിളിച്ചു. താൻ ക്ഷണം നിരസിക്കാതെ ആ വിവാഹത്തിൽ പങ്കെടുത്തു. വിവാഹത്തിന് ശേഷം സദ്യ വിളമ്പുമ്പോൾ എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയും ഇരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിലും ഇലയിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ചുറ്റുമിരിക്കുന്ന എല്ലാവരുടെയും ഇലയിൽ ഭക്ഷണം വിളമ്പി. അദ്ദേഹം വിചാരിച്ചു കുറച്ചും കൂടെ കഴിയുമ്പോൾ വിളമ്പുമായിരിക്കും, ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്നവരുടെ മുന്നിൽ 2-3 തവണ ഭക്ഷണം വിളമ്പിയിട്ടും ഈ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മുന്നിലിരിക്കുന്ന ഇലയിലേക്ക് ആരും ഭക്ഷണം വിളമ്പിയില്ല. അവസാനം ആ പന്തി പിരിഞ്ഞു പോയപ്പോൾ
തനിക്ക് മനസ്സിലായി താൻ അപമാനിക്കപ്പെട്ടവനാണ്. നിരാശയോടുകൂടെ ദുഃഖത്തോടുകൂടെ താൻ ഭവനത്തിലേക്ക് ചെന്നു. തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ചിന്ത തന്നു. ഇവിടുത്തെ കല്യാണശാലയിൽ നിന്നെ ഒരു പക്ഷേ അവർ വിളിച്ചിട്ട് അപമാനിച്ചിരിക്കാം. എന്നാൽ ഞാൻ നിനക്കായി ഒരുക്കുന്ന ഒരു കല്യാണ സദ്യ ഉണ്ട്. ആ കല്യാണ സദ്യയിൽ നിന്നെ ഞാൻ ആദരിക്കും മകനെ എന്നൊരു ശബ്ദം തന്റെ ഹൃദയത്തിൽ കേട്ടു. അതുകൊണ്ട് ആ ആദ്യ വരികൾ താൻ ഇപ്രകാരം എഴുതി: കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴും. അതിനുശേഷം വീണ്ടും ജീവിത സംഘർഷങ്ങൾ വന്നപ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹായം താൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം ഒരു ദിവസം താൻ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുകയാണ്. പരിചയമുള്ള ആരെങ്കിലും കാണുമോ? കാരണം ഇദ്ദേഹം വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നില്ല, ആരും അദ്ദേഹത്തോട് സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം സുഖമായിട്ടാണോ ജീവിക്കുന്നത് എന്നറിയാൻ പോലും ആർക്കും താല്പര്യമില്ല. അങ്ങനെ താൻ ഒരാവശ്യവേളയിൽ ഭാരപ്പെട്ട് വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ദൂരത്തുനിന്ന് ഒരു പരിചിത മുഖം തന്റെ വീടിനെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു. അദ്ദേഹവുമായി വളരെ സൗഹൃദത്തിലുണ്ടായിരുന്ന, വളരെ അടുത്ത ഗാഢമായി ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്റെ ഭവനത്തിലേക്ക് വരുമെന്ന് ചിന്തിച്ച് അദ്ദേഹത്തെ കാത്തു നിന്നപ്പോൾ ആ സുഹൃത്ത് ഈ ദേവദാസന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലാതെ ഒരു കുട കൊണ്ട് തന്റെ മുഖം മറച്ചുകൊണ്ട് വേറൊരു വഴിക്ക് കടന്നുപോയി. അത് കണ്ടപ്പോൾ ഈ ദേവദാസന്റെ ഹൃദയം വേദനിച്ചു. അപ്പോഴാണ് ആ പ്രസിദ്ധമായ വരികൾ ഇങ്ങനെ ഉണ്ടായത്: ആരും സഹായമില്ലാതെ പാരിൽ കണ്ടും കാണാതെയും പോകുന്നു, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞ്, സ്വർഗത്തിൽ എനിക്കൊരു സഹായകൻ ഉണ്ടെന്നറിഞ്ഞ് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം എന്റെ ദൈവം സ്വർഗസിംഹാസനം. ഈ സാധുവിന്റെ രചനകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് എന്റെ ദൈവം. എന്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ അവൻ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അവൻ അനാഥർക്ക് അവൻ സഹായകനാണ്, പിതാവില്ലാത്തവർക്ക് അവൻ പിതാവാണ്, വിധവയ്ക്ക് അവൻ കാന്തനാണ്, സാധുവിന് അവൻ അപ്പമാണ്, എല്ലാവർക്കും അവൻ എല്ലാമാണ്. ഈ ദൈവം എന്റെ ദൈവമാകിയാൽ എന്റെ സങ്കടമെല്ലാം അവൻ തീർക്കുന്ന നാളും. നമ്മൾക്കൊരുപക്ഷെ ഈ ഗാനം ധാരാളം തവണ നമ്മൾ കേട്ട ഗാനമാകും. ഒരുപക്ഷെ ഇങ്ങനെ വേദനയുടെ അനുഭവങ്ങൾ, കണ്ണുനീരിൽ കുതിർന്ന അപമാനത്തിന്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് എഴുതിയതാവാമെന്നൊരു പക്ഷെ നമുക്ക് അറിയില്ലായിരിക്കാം. ഈ ഗാനങ്ങളെല്ലാം ഇനി നമ്മൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇത്രയും നാൾ സ്നേഹിച്ചതിനേക്കാൾ അധികമായി ഈ ഗാനങ്ങളെയും ഈ ഗാനത്തിന്റെ പിന്നിൽ വ്യാപരിച്ച ദൈവകൃപയെയും ഈ ദൈവദാസനെ പോറ്റി പുലർത്തിയ ദൈവത്തെയും നാം സ്നേഹിക്കും, സ്തുതിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ജനകീയ ഗാനങ്ങളിൽ അതിപ്രസിദ്ധമായ എന്റെ ദൈവം സ്വർഗസിംഹാസനം എന്ന ഗാനം അനുഗ്രഹീതനായ ഗായകൻ ജോമി ജോസഫ് ചിറ്റാരിക്കാൽ ഇപ്പോൾ നമുക്കായി ആലപിക്കും. എല്ലാവരും പാരിൽ കണ്ടും
കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എന്റെ കാന്തൻ വരും ഉല്ലാസമായി ബഹുകാലം വളരാം ശീഘ്രം വരും എന്റെ കാന്തൻ വരും ഉല്ലാസമായി ബഹുകാലം വളരാം ഈ സംഗീത നിശയിലെ അവസാനത്തെ ഗാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ ഗാനങ്ങൾ ആലപിച്ച സഹോദരന്മാരെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവജനത്തെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഗാനങ്ങൾ ആലപിച്ച ഗായകരിൽ വളരെ സീനിയർ ആയിട്ടുള്ള ക്രൈസ്തവ ഗായകരുടെ ഇടയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഗായകനാണ് ബ്രദർ ജോസ്ലി എബ്രഹാം. അദ്ദേഹം ധാരാളം വർഷമായി കർത്താവിന് വേണ്ടി തന്റെ മധുരോദാരമായ ശബ്ദം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മറ്റൊരു പ്രമുഖ ഗായകനാണ് ബ്രദർ രാജു ജോർജ് എറണാകുളം. കഴിഞ്ഞ 23 വർഷമായി അദ്ദേഹം ദോഹയിൽ ജോലിയോട് ബന്ധപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു റോമൻ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നും താൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം തന്റെ ഗൾഫിലെ ജോലി മതിയാക്കി കേരളത്തിലെത്തി എറണാകുളത്ത് താൻ താമസം ആരംഭിച്ചത്. ഈ 6 മാസത്തിനുള്ളിൽ സൂം പ്ലാറ്റ്ഫോമിലെ ഏറ്റവും തിരക്കുള്ള ഗായകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം തിങ്കൾ മുതൽ ഞായർ വരെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആത്മീക യോഗങ്ങളിൽ ഒരു സ്ഥിര സാന്നിധ്യമായി പ്രിയ രാജു ജോർജ് ബ്രദറിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നൽകി ദൈവനാമഹത്വത്തിനായി പ്രിയ സഹോദരനെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ മലബാറിന്റെ മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന 4 ദൈവദാസന്മാരെ കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ്. ബ്രദർ ജോമി ജോസഫ് ചിറ്റാരിക്കാൽ, ബ്രദർ റിജോയ് കെ ജോൺ തളിപ്പറമ്പ്, ബ്രദർ ദാസൻ ബിനു ജോസ് ഒറ്റപ്പാലം, അതുപോലെ ജോബിൻ ജോർജ് നിലമ്പൂർ. മലബാർ 6 ജില്ലകൾ ചേരുന്നതാണല്ലോ. മലബാറിൽ നിന്നും ആത്മീക സംഗീത രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ ദൈവം കഴിവ് നൽകിയിട്ടുള്ള സഹോദരന്മാരാണ് ഈ 4 പേരും. എന്നാൽ മലബാറിൽ പെട്ടവരായതുകൊണ്ടാണോ എന്നറിയില്ല, പലപ്പോഴും വേണ്ടത്ര നിലയിൽ ദൈവജനം ഈ ഗായകന്മാരെ ശ്രദ്ധിക്കുന്നില്ല. മലബാറുകാർ പൊതുവെ തിരുവിതാംകൂറിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ തിരുവിതാംകൂറിലുള്ളവർ മലബാറിലുള്ള ഗായകരെയും പ്രോത്സാഹിപ്പിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം മലയാളത്തിൽ ഒരു കവിത ഇങ്ങനെയാണ് ചൊല്ലുന്നത്: തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വെച്ചിടും കല്ലുകൾ. പ്രോത്സാഹനത്തിന്റെ ഒരു വലങ്കരം കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് തോളത്ത് തട്ടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഉറവുകളൊന്ന് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ, കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടാൻ കഴിവുള്ള യുവ സഹോദരന്മാരാണ് ഈ 4 പേരും. വ്യക്തിപരമായി എനിക്ക് അവരെ അറിയാം. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഈ നാളുകളിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ സഹോദരന്മാർക്ക് ഗാനങ്ങൾ ആലപിക്കാൻ കർത്താവ് അവസരം നൽകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
എന്നാൽ കൂടുതലായി ദൈവകരങ്ങളിൽ ഈ സഹോദരന്മാർ പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി, ഇവരുടെ ശബ്ദം ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ മുഴങ്ങിക്കേൾക്കേണ്ടതിന് വേണ്ടി, ഒരുപാട് ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരേണ്ടതിന് വേണ്ടി, ഒരുപാട് ജീവിതങ്ങളെ ദൈവകൃപയിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ ഈ പ്രിയ സഹോദരന്മാരെ ബലപ്പെടുത്താൻ ദൈവം അവർക്ക് അവസരങ്ങളെ നൽകട്ടെ. ആ ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ അവസാനത്തെ ഗാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്തൃദാസൻ ടി ജെ ആന്ത്രോസ് എഴുതിയ യേശു എന്ന അടിസ്ഥാനം ആശി അവനിലത്രേ, ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും എന്ന ഗാനം ഇവിടെ പ്രിയ റിജോയ് കെ ജോൺ ആലപിക്കുന്നു. ഈ ഗാനത്തോടു കൂടി ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിലയേറിയ ശുശ്രൂഷയിൽ എളിയവനായി എനിക്കും പങ്കാളിത്തം നൽകിയതിലുള്ള ഹൃദയംഗമമായി നന്ദി. പ്രിയ ഈ ഷാലോം ഗോസ്പൽ മിനിസ്ട്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നേർന്നുകൊണ്ട് ഈ രാത്രി എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് ആദരണീയനായ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസപൂർണ്ണത യേശുവിൽ കണ്ടേനാഥേ, ആശ്വാസപൂർണ്ണത യേശു
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രയും സമയം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ സംഗീത സന്ധ്യയിൽ ക്ഷമയോടുകൂടി ആയിരിക്കാനിടയായത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ ഗാനങ്ങളുടെ പശ്ചാത്തലവും അതെഴുതിയ ദേവദാസന്മാരെ കുറിച്ചുമൊക്കെയുള്ള നമുക്ക് ഇതുവരെ മനസ്സിലാകാൻ കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്ന അവരുടെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിക്കപ്പെടുവാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നന്ദിയുടെ ചില വാക്കുകൾ പറയുന്നതിന് വേണ്ടി സഹോദരൻ ജോമി ജോസഫിനെ ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയനായ ദൈവത്തിൻ്റെ അതിരറ്റ കൃപ കനിവ് നമ്മോട് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് നമുക്ക് ഈ പ്രോഗ്രാം ഇത്രയധികം വിജയകരമായി യാതൊരു പ്രയാസവും കൂടാതെ ഈ നിലയിൽ അവസാനത്തോളം കൊണ്ടുവരുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ദൈവത്തിന് വളരെയധികം സ്തോത്രം ചെയ്യേണ്ട വ്യക്തിത്വങ്ങളുണ്ട്. അവരിന്ന് നമ്മുടെ മുമ്പാകെ ഇല്ല. എന്നാൽ അവരുടെ ഗാനങ്ങളാണ് നമ്മൾ പാടിയത്. ദൈവം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ദൈവ മക്കൾക്ക് കൊടുത്ത വരദാനമാണ് ഈ ദൈവദാസന്മാർ. അവരുടെ അനുഭവങ്ങളിൽ ചാലിച്ചെടുത്ത വരികളാണ് നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്തതും വരികളായി നമ്മൾ പാടിയതും സ്തുതിച്ചതും. അത് നമ്മുടെ ജീവിതത്തിലും വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ആനന്ദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഇതുപോലെയുള്ള ദൈവദാസന്മാരെ ഇനിയും എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്ന അനുഗ്രഹീത ദേവദാസൻ അഗസ്റ്റിൻ കെ മാത്യു ആണ്. എൻ്റെ ഒരു സുഹൃത്തുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വരികയും വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം ആദ്യോടന്തം അദ്ദേഹം അവതരിപ്പിച്ചു. നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുവാനായിട്ട് ദൈവം പ്രാഗൽഭ്യം കൊടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഇനിയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിലേക്ക് മലബാറിൽ മാത്രമല്ല പലയിടങ്ങളിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഗാനങ്ങൾ ആലപിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ചില സഹോദരന്മാരെ ഞങ്ങൾ ക്ഷണിച്ചു. പ്രോഗ്രാമിൽ അവർ സന്തോഷപൂർവ്വം കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ അവരുടെ മധുരമുള്ള സ്വരങ്ങളിലൂടെ തൊണ്ടയിലൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് കേൾപ്പിക്കുവാനായിട്ട് ഇടവന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ സഹോദരൻ രാജു ജോർജ്, അതുപോലെ സഹോദരൻ ജോസ്ലി എബ്രഹാം, ബിനു ജോസ് ഒറ്റപ്പാലം, അതുപോലെ ബ്രദർ ജോബിൻ, ബ്രദർ റിജോയ്, ഇവരെയൊക്കെയും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളേവരെയും ദൈവം ഇനിയും എടുത്ത് ഉപയോഗിക്കട്ടെ. മധുരമുള്ള ഈ സ്വരം ശുദ്ധിയോടുകൂടി ഇനിയും ദൈവത്തിനായി ഉപയോഗിക്കുവാനായിട്ട് ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന ആദ്യോടന്തം സഹകരിച്ച സ്നേഹമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ഈ മീറ്റിങ്ങിന് സാക്ഷ്യം വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, അടുത്തും അകലെയുമുള്ള രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെയും ദൈവനാമത്തിൽ നിങ്ങളുടെ സഹകരണത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഓർക്കുകയാണ്. STM പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച സഹോദരന്മാരുണ്ട്, അവരോടും ഹൃദയം തുറന്നുള്ള നന്ദി അറിയിക്കുന്നു. STM മിനിസ്ട്രിയാണ് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മിനിസ്ട്രി തുടർന്നുകൊണ്ട് പോവുകയാണ്. ആ മിനിസ്ട്രിയെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ അനവധി ചെയ്യുവാൻ ഇനിയും SGM മിനിസ്ട്രീസിനെ ദൈവം ഉപയോഗിക്കട്ടെ. അവർക്കുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചത് YMF കല്ലിശ്ശേരി സെൻറ്ററിൻ്റെ കീഴിലാണ്. അവരാണ് നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോം തന്നത്. അവർ മുഖേന നമുക്ക് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
ക്ഷമിക്കണം. എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്തദാസൻ ജോൺസൺ ബി തിരുവല്ല ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. തിരുവല്ല മെഡിക്കൽ മിഷൻ ചാപ്പലിലെ സുവിശേഷകനും അതുപോലെ തന്നെ കല്ലിശ്ശേരി YMEF സെന്ററിന്റെ പ്രസിഡന്റുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രിയ കർത്തദാസനെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹീത സായാഹ്നത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ വിവിധ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ഈ നാളുകളിൽ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് അനുവദിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ഈ വൈകിയ സമയവും അനുഗ്രഹീതമായിരിക്കുന്ന ഗാന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് ഓർക്കുകയായിരുന്നു. ക്രിസ്തീയ ദർശനം പ്രാപിച്ച് അന്ത്യത്തോളം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ച് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ഭക്തന്മാരുടെയും ഇന്നും ജീവിച്ചിരുന്ന് അങ്ങേക്ക് വേണ്ടി വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഭക്തന്മാരുടെയും ജീവിതത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കുറിച്ചെടുത്ത വരികൾ ഇന്നും പാടി ആശ്വസിക്കുവാൻ ഞങ്ങൾക്കും അത് നൽകപ്പെട്ടിരിക്കുക കൊണ്ട് സ്തോത്രം. ഭക്തന്മാരുടെ ജീവിതാനുഭവത്തിൽ, അവരുടെ കഷ്ടതയിൽ, അവരുടെ രോഗത്തിൽ, അവരുടെ പട്ടിണിയിൽ, വ്യത്യസ്തമായിരിക്കുന്ന ശത്രുവിന്റെ എതിർപ്പിന്റെ മധ്യേ വിശ്വാസം നിലനിർത്തുവാൻ അവർ പാടുപെടുമ്പോൾ ആത്മാ നിയന്ത്രണത്തിൽ അവർ കുറിച്ചെടുത്ത വരികൾ ഇന്നും അനേകരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അതോർത്ത് അങ്ങേക്ക് സകല മഹത്വവും ഞങ്ങൾ നൽകുകയാണ്. ഈ നാളുകളിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് പലപ്പോഴും ആ വരികൾ ഞങ്ങൾക്കും ആശ്വാസമായി തീരുന്നതോർത്ത് സ്തോത്രം. ഈ ഗാന ശുശ്രൂഷ വളരെ ഭംഗിയായി അനേകർക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നതായി പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനേക ഗാനങ്ങൾ പാടുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടുവരുത്തിയ അനുഗ്രഹീത ഗായകർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വരുന്ന നാളുകളിലും ഈ ദേശത്തിന്, സ്ഥലസഭയ്ക്ക് ഒക്കെ അനുഗ്രഹത്തിന് അവരെ കാരണമാക്കി തീർക്കണം. അവരുടെ ശുശ്രൂഷകളെ മാനിക്കണം. തുടർന്നും പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാനൊക്കെ വേണം അങ്ങയുടെ ദാസനെ അവിടുന്ന് സഹായിച്ചു. ആവശ്യമായിരിക്കുന്ന സന്ദേശം ആ വിവരണത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായതിനായിട്ട് സ്തോത്രം. തുടർന്നും കർത്തദാസനെ അവിടുന്ന് ബലപ്പെടുത്തണം, സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ എല്ലാ പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും പേരുപേരായി അവിടുന്ന് സഹായിക്കണം. ഈ സായാഹ്ന സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷവും പ്രത്യാശയും വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യക്രമീകരണങ്ങളെയും സംവിധാനത്തെയും അവിടുന്ന് തടസ്സം കൂടാതെ നിയന്ത്രിച്ചതിനായിട്ട് സ്തോത്രം. തന്നെല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവിധ അപേക്ഷയും ഞങ്ങൾ കഴിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും കൂട്ടായ്മയും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകുമാറാകട്ടെ.